Ram Ram Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Krishna 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 Hare Ram Ram Hare Krishna 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 Hare Ram Ram Nitai Gaura Hari Bol Hari Bol Hari Bol Hari Bol Jaya Jaya Prabhupada 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 हरिनाम संकीर्तन यज्ञ की जय, श्रील प्रभुपाद की जय, गौर प्रेमानंदे हरि हरि बोल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेष बुद्धिरेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकी। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनदारणं। यत्कृपातमहं वन्दे परमानन्दमाधवं, यत्कृपातमहं वन्दे श्रीचैतन्येश्वरं। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम राम राम। जय श्रील प्रभुपाद की जय। ഭഗവത്ഗീത അധ്യായം 9 ശ്ലോക 32. मां हि पार्था व्यभाश्रित्य येऽपि स्युपापयोनय श्रियो वैश्यास्तथा शूद्रा तेऽपि यान्ति परां गतिम्। मां हि पार्था व्यभाश्रित्य येऽपि स्युपापयोनय श्रियो वैश्यास्तथा शूद्रा तेऽपि यान्ति परां गतिम्। मां हि पार्था व्यभाश्रित्य येऽपि स्युपापयोनय श्रियो वैश्यास्तथा शूद्रा तेऽपि यान्ति परां गतिम्. വിവർത്തനം. പാർത്ത, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിച്ചോളൂ. ഒൻപതാം 9. ഹരേ കൃഷ്ണ. പറയൂ മതി. ഞാൻ വായിക്കാം. വായിച്ചു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത് സേവനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ ഉച്ചനീചസ്ഥിതി ബാധകമല്ലെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. ജീവിതത്തിന്റെ ഭൗതിക തലത്തിൽ അത്തരം വിഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട ഭക്തന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എല്ലാവരും പരമപദപ്രാപ്തിക്ക് അർഹരാണ്. ശുദ്ധ ഭക്തനുമായുള്ള സമ്പർക്കം ശോഭജന്മാരായ ചണ്ടാലന്മാരെ പോലും വിശുദ്ധീകരിക്കുമെന്നാണ് ഭാഗവത വചനം. ഭാഗവതം 2:4-18. മനുഷ്യർക്കിടയിൽ അധമോത്തമ ഭേദം ഇല്ലാതാക്കാൻ മാത്രം കരുത്തൂറ്റതാണ് ഭഗവത് സേവനത്തിന്റെയും ഒരു പരമഭക്തനിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തിന്റെയും പ്രഭാവം. ആർക്കും ഇത് സ്വീകരിക്കാം.
ശുദ്ധഭക്തനെ ആശ്രയിക്കുന്ന ഒരു പാമരൻ പോലും അദ്ദേഹത്തിന്റെ സമുചിത നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി വിശുദ്ധനായി തീരും. പ്രകൃതിയുടെ 3 ഗുണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ജനങ്ങളെ വിഭജിച്ചിട്ടുള്ളത്. സാത്വിക ഗുണം ഏറിയവരെ ബ്രാഹ്മണരായും രജോ ഗുണം കൂടുതലുള്ളവരെ ക്ഷത്രിയർ അഥവാ ഭരണകർത്താക്കളായും രജസ്തമോ ഗുണങ്ങളിൽ ഇടകലർന്നവരെ വൈശ്യർ അഥവാ വ്യാപാരികളായും തമോ ഗുണക്കാരെ ശൂദ്രരായും കരുതി പോരുന്നു. ഈ 4 കൂട്ടരേക്കാൾ താഴ്ന്ന നിലയിലുള്ളവരത്രേ ചണ്ടാളന്മാർ. ഇവരെ പാപയോനികൾ, പാപികളുടെ കുലത്തിൽ ജനിച്ചവർ എന്ന് വിളിക്കുന്നു. സാധാരണയായി ഈ ചണ്ടാളന്മാരുമായുള്ള സമ്പർക്കം ഉയർന്ന വർഗങ്ങളിൽപ്പെട്ടവർക്ക് നിഷിദ്ധമാണ്. എങ്കിലും ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തന് എത്രയും താഴ്ന്ന കുലത്തിൽ പിറന്നവരെയും ജീവിത സമുത്കർഷത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അത്ര മഹത്താണ് ഭഗവത് സേവനത്തിന്റെ പ്രഭാവം. കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ. പൂർണ്ണമായ ശരണാഗതിയെയാണ് വ്യപാശ്രിത്യ എന്ന പദം കുറിക്കുന്നത്. ആ നിലയിൽ ഭക്തന്മാർ ജ്ഞാനികളെക്കാൾ ഉത്കൃഷ്ടരാകുന്നു, യോഗികളെയും അതിശയിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഏതാണ് ഗുരുജി വായിക്കുന്നത്? കിട്ടിയില്ലേ? പേജ് കിട്ടിയില്ലേ? 932 പേജ് 518. ചിലപ്പോൾ വേറെ എഡിഷൻ ആണെങ്കിൽ 1-2 പേജ് അങ്ങനെ മാറും. 932. അതായത് ഈ ശ്ലോകത്തില് നമ്മൾ വായിച്ചു, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും എന്ന് പറയും. അപ്പോ ഇതില് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നുണ്ട് കുറച്ച് പേര്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധമകുലത്തിൽ പിറന്നവരോ എന്ന് പറയുന്നുണ്ട്. അപ്പോ അധമകുലത്തിൽ എന്ന് പറയുമ്പോൾ വർണ്ണാശ്രമത്തിൽ പെടാത്തവർ, വർണ്ണാശ്രമത്തിൽ തന്നെ ശൂദ്രർ കാറ്റഗറി. അപ്പൊ വർണ്ണാശ്രമം നമ്മൾ നോക്കുമ്പോൾ ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയൻ, വൈശ്യ, ശൂദ്ര ഉണ്ട്. അപ്പൊ ശൂദ്ര എന്ന് പറയുമ്പോൾ ഈ 4 ക്ലാസ്സിൽ ഏറ്റവും അവസാനം വരുന്നവരാണ്. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് ക്ലാസ്, കുറച്ച് ബുദ്ധിയുള്ള വിഭാഗക്കാരെ ബ്രാഹ്മണൻ എന്ന് പറയും. അപ്പോ ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, യുദ്ധം ചെയ്യാനും രാജ്യത്തിനെ സംരക്ഷിക്കാനുള്ള രാജാക്കന്മാരും പടയാളികളും എല്ലാം എന്തായിട്ട് നമ്മൾ കൂട്ടും? ക്ഷത്രിയന്മാരായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അടുത്തത് വൈശ്യർ എന്ന് പറയുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, കച്ചവടക്കാർ. ശൂദ്ര എന്ന് പറഞ്ഞാൽ ഈ 3 വിഭാഗക്കാരെയും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഈ 3 വിഭാഗക്കാർക്കും ആരുടെ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ ശൂദ്രന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഈ 4 വിഭാഗക്കാർ, ഈ 4 വിഭാഗത്തിൽ ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പോ അത് എങ്ങനെ പറയും വെച്ചാല്, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ തല, ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ ചെസ്റ്റ്, വൈശ്യൻ എന്ന് പറഞ്ഞാൽ വയറ്, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കാല്. നമ്മൾ വിചാരിക്കുകയാണ് ശൂദ്രന്മാര് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലെ കാല് വെട്ടിയെടുക്കുന്നത് പോലെയാണ്. അങ്ങനെ ആ കാലിനെടുത്ത് മാറ്റിയാൽ ആ വ്യക്തിക്ക് ചലിക്കാൻ സാധിക്കും. ഇല്ല നമുക്ക് വയറ് വേണ്ട, വൈശ്യൻ ഒരു വിവാഹം വേണ്ട എന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. ക്ഷത്രിയൻ വേണ്ട എന്ന് വെക്കാം. ഇല്ല എനിക്ക് തല വേണ്ട, ആര് വേണ്ട? ബ്രാഹ്മണൻ വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. കാരണം ഒരു സൊസൈറ്റിയില്, ഒരു സമൂഹത്തില് ഈ 4 വിഭാഗക്കാരും ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യത്തിലാണ് ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അത് പ്രത്യേകിച്ച് ഭഗവാൻ ഉണ്ടാക്കിയതാണ് എന്നും ആൾക്കാർ പറയും. ഭഗവാൻ ഉണ്ടാക്കിയതാണ്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുകൂടെ ഭഗവാൻ പറയുന്നുണ്ട്, ഗുണകർമ്മ വിഭാഗശ. ഒരാളുടെ ഗുണവും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർണ്ണങ്ങളെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ ഭഗവാൻ ഉണ്ടാക്കിയാൽ അത് ഭാരതത്തിന് വേണ്ടി മാത്രം, ഇന്ത്യക്ക് വേണ്ടി മാത്രം ഭഗവാൻ ഉണ്ടാക്കാറില്ല, പ്രപഞ്ചത്തിന് വേണ്ടിയായിരിക്കും ഭഗവാൻ ഉണ്ടാക്കുക. അപ്പോൾ ഈ സംസ്കാരം, ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും ബ്രാഹ്മണന്റെ ലെവലിലോട്ട് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ആരുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഭഗവാൻ ഉണ്ടാക്കി. അപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ, ഒരു പാശ്ചാത്യ ദേശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഉണ്ടാവും ഒരു ബ്രാഹ്മണൻ ഉണ്ടാവും. അപ്പൊ അവിടെ എങ്ങനെയാണ് ബ്രാഹ്മണൻ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റലിജന്റ് ക്ലാസ്, ഒരു സയന്റിസ്റ്റ്, അവരുടെ ഭാഷയിൽ ഒരു സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ എന്ന് നമ്മൾ നോക്കുമ്പോൾ
അവർ ഏത് ക്ലാസ്സിലുള്ളവരാണെന്ന് വെച്ചാൽ ഇന്റലിജന്റ് ക്ലാസ്. അവരാണ് ബാക്കിയുള്ളവരെ എങ്ങനെ നടക്കണം, എങ്ങനെ യൂസ് ചെയ്യണം, ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ആ ക്ലാസ് ആൾക്കാരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അടുത്തത് ക്ഷത്രിയൻ. എല്ലാ രാജ്യത്തിലും രാജാവ് ഉണ്ടാവും, രാജ്യം ഭരിക്കുന്ന വ്യക്തികളുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, പടയാളികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ ക്ഷത്രിയന്മാരും ഉണ്ട് എല്ലാ രാജ്യത്തിലും. മിലിറ്ററിക്കാര് എന്ന് നമുക്ക് പറയാം, സോൾജേഴ്സ്. അടുത്തത് വൈശ്യൻ എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ വൈശ്യൻ എന്ന് പറഞ്ഞാൽ അവിടെയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് ആ രാജ്യത്തിലാണ്. ഇനി അടുത്തത് ശൂദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ശൂദ്രനാണ്, അവൻ എല്ലാവർക്കും സഹായിക്കുന്നുണ്ട്. ഇല്ല, ഇതേപോലെ ആ രാജ്യത്തിൽ നോക്കിയാലും ശൂദ്രനുണ്ട്, ലേബർ ക്ലാസ് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോ ഈ 3 പേർക്കും സഹായിക്കാൻ, അവരുടെ ബിസിനസ് ചെയ്യാനും, അവരുടെ എന്താ പറയാ, ഒരു പടയാളി യുദ്ധത്തിന് പോകണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട ആയുധങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ശൂദ്രനായിരിക്കും. അപ്പോ അവിടെയും ആരുടെ സഹായം വേണം? ഒരു ശൂദ്രന്റെ സഹായം വേണം. അപ്പോ ഇതില് 4 പേരും എന്താ പറയാന്ന് വെച്ചാല് ആ സിസ്റ്റത്തിലാണ്, ഒരു ശരീരത്തിലെ ഭാഗങ്ങളാണെങ്കിൽ ഒന്നിനെയും മാറ്റാൻ പറ്റില്ല. പക്ഷെ ശൂദ്രനാവുമ്പോ കുറച്ച് ഇന്റലിജന്റ് കുറഞ്ഞ ക്ലാസ് ആൾക്കാരാണ്. എപ്പോഴും നമുക്ക് നോക്കാൻ സാധിക്കും, നമ്മുടെ വീട്ടില് 4 മക്കളുണ്ട്, അല്ലെങ്കിൽ ഒരു 3 മക്കളുണ്ടെങ്കിൽ 3 പേരും ഒന്നുപോലെ ആയിരിക്കില്ല. ഒരാൾ നല്ല ഇന്റലിജന്റ് ആയിട്ട് പഠിക്കും, അതുകൊണ്ട് അയാൾ സയന്റിസ്റ്റ് ആകും, അല്ലെങ്കിൽ ഒരു IAS കാരനാകും, IPS കാരനാകും. എന്നാൽ വേറൊരു കുട്ടി നന്നായിട്ട് പഠിക്കില്ല. അപ്പൊ ആ കുട്ടി എന്തായിട്ട് മാറും? ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു ലേബർ ക്ലാസ് ജോലി ചെയ്യുന്ന ഒരു ആളായിട്ട് മാറും. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഇന്റലിജന്റ് കുറവാണ്, പഠിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി അതിൽ തന്നെ. ഇനി ചിലര് പഠിച്ചിരുന്നാലും അവരുടെ വാസന ഏതിലായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ലേബർ ക്ലാസ് വർക്ക് ചെയ്യുന്നതിലായിരിക്കും വാസന ഉണ്ടാവും. അപ്പൊ അവരും ഏതിലോട്ട് പോകും? അതിൽ. അപ്പൊ ഇങ്ങനെ 4 ക്ലാസ് സൊസൈറ്റി എപ്പോഴും ഉണ്ട്. ഇത് എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഉടനെ ബ്രാഹ്മണന്റെ നിലവാരത്തിൽ ആർക്കും എത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ നാളെ തീരുമാനിക്കുകയാണ്, ഞാൻ നാളെ മുതൽ ഞാൻ ബ്രാഹ്മണനായിട്ട് മാറാം, എല്ലാം കൃത്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഗുണം വേറെയാണ്. ആ ഗുണത്തിനെ ഞാൻ പതുക്കെ പതുക്കെ പഠിപ്പിച്ച്, ശാസ്ത്രം പഠിപ്പിച്ച് ഞാൻ ആ ഒരു ബ്രാഹ്മണന്റെ ക്വാളിറ്റിയിൽ വരണം. അല്ലാതെ വെറുതെ ഒരു പൂണൂലിട്ടത് കൊണ്ട് ഒരാൾ ബ്രാഹ്മണനായിട്ട് മാറില്ല. അപ്പൊ ഏതിലോട്ട് വരണം? ഞാൻ ആ ഗുണ നിലവാരത്തിലോട്ട് വരണം എന്ന് പറയുന്നു. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, ഇതിൽ ഏത് വകക്കാരായിട്ട്, ഇപ്പൊ ഇവിടെ പറയുന്നത് പോലെ ഒരു സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രനോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. പക്ഷെ ഓരോ മനുഷ്യരുടെയും ലക്ഷ്യം ഒന്നാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമപദം കൂടുക. പരമപദ പ്രാപ്തിയാണ് എല്ലാവരുടെ ലക്ഷ്യം. ഒരു ശൂദ്രനായിരുന്നാലും ഫൈനലി ഭഗവാന്റെ അടുത്ത് പോകണം. അന്തേ നാരായണ മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് പോകണം. എല്ലാവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് ശാസ്ത്രം അനുസരിച്ച്. പക്ഷെ ഇവിടെ ഭഗവാൻ അത് പറയുന്നുണ്ട്, ആരായാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എന്നെ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെ എത്താൻ പറ്റും? എന്റെ പരമബോധ പ്രാപ്തി അവർക്ക് നൽകും ഞാൻ എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി പറയുന്നു. അപ്പൊ നമ്മൾ ഈ ആൾക്കാരെ മാറ്റി നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. പക്ഷെ അവിടെ ഭഗവാൻ പറയുന്നത്, അവര് എന്താണ്, എന്നെ ആശ്രയിച്ചിരിക്കണം. ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പോകാൻ സാധിക്കൂ. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് ഭഗവത് സേവനം ചെയ്തില്ല, ഭഗവത് നാമം ജപിച്ചില്ല ഒന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും തിരിച്ചു പോകാൻ പറ്റില്ല. ക്ഷീണേ പുണ്യം മർത്തിലോകെ വിശന്തി, തിരിച്ചും ഈ ഭൗതിക ലോകത്തിലേക്കും ജനിക്കണം. സ്ത്രീകൾക്ക് എന്തിനാ ഈ സ്ത്രീകൾക്ക് ഇടയ്ക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്ന് ചോദിച്ചാല്, മനുഷ്യന്മാർക്കെന്ന് പറഞ്ഞിരിക്കാം, പക്ഷെ ഇവിടെ സ്ത്രീകൾ കൂടെ എടുത്തു പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് എന്ന് പറയുന്നുണ്ട്. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ നോക്കുമ്പോൾ വ്യാസദേവൻ പറയുന്നുണ്ട്, ഞാൻ മഹാഭാരതം രചിച്ചു എന്ന് പറയും. അപ്പൊ മഹാഭാരതം ആർക്ക് വേണ്ടിയാ രചിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക്, ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും, ദ്വിജബന്ധു എന്ന് പറയുന്നത്. ദ്വിജബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ജന്മം എടുത്തവൻ എന്നാണ് അർത്ഥം. അപ്പൊ ദ്വിജബന്ധു എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിക്കുന്ന ഒരു കുട്ടി ദ്വിജബന്ധുവാണ്. ആ വ്യക്തി ബ്രാഹ്മണനാകില്ല. ജന്മനാ ജായതേ ശൂദ്ര, ജന്മം കൊണ്ട് എല്ലാ വ്യക്തികളും ആര് തന്നെയാണ്? ശൂദ്രൻ തന്നെയാണ്. ബ്രാഹ്മണന്റെ മകനായിരുന്നാലും ആ വ്യക്തിയും ശൂദ്രൻ തന്നെയാണ്. ജന്മനാ ജായതേ ശൂദ്ര. സംസ്കാരാത് ഭവേ ദ്വിജേ, അയാൾക്ക് സംസ്കാരം, പൂണൂൽ കല്യാണം ഇടും, പൂണൂൽ കല്യാണം നടത്തുമ്പോൾ അയാൾ എന്തായി? ദ്വിജനായിട്ട്. സംസ്കാരാത് ഭവേ ദ്വിജേ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ദ്വിജബന്ധു എന്നും പറയുന്നുണ്ട്. എന്താണ്? ആ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി ദ്വിജബന്ധു.
സംസ്കാരാത് ഭവേത് വിജയ. വേദപ്പടന്തി തദ്വിപ്ര. അയാൾക്ക് വേദം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അയാൾ ഇപ്പൊ എന്തായിട്ട് മാറും? വിപ്രനായിട്ട് മാറും. ഇപ്പൊ ആ വ്യക്തിക്ക് പൂജ എങ്ങനെ ചെയ്യണം, മന്ത്രം എങ്ങനെ പറയണം എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷെ എന്നാൽ ആ വ്യക്തി ബ്രാഹ്മണനായിട്ടില്ല. വേദപ്പടന്തി, വേദം പഠിച്ചത് കൊണ്ട് അയാൾ എന്താണ്? വിപ്രനായി. ഇനി ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ, ബ്രഹ്മത്തിനെ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തി എന്തായിട്ട് മാറുന്നത്? ബ്രാഹ്മണനായിട്ട് മാറുന്നത്. അപ്പൊ ഒരു വ്യക്തി ബ്രാഹ്മണനായാലും പോരാ, ഭഗവാനെ ശരണം പ്രാപിക്കണമെങ്കിൽ ബ്രാഹ്മണന്റെ മേലെ വൈഷ്ണവനാകണം, വിഷ്ണു ഭക്തനാകണം. വിഷ്ണു ഭക്തനായാൽ മാത്രമേ ആ വ്യക്തിക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് എന്താണ് ശരണം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ ധാമത്തിലോട്ട് എത്താനും സാധിക്കുകയുള്ളൂ. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ ധാമത്തിൽ എത്താം. അത് ഇന്ന ആള് ശൂദ്രനാണ്, അയാൾക്ക് ഒരിക്കലും ഇനി എത്താൻ പറ്റില്ല, ഇനി ഒരു ജന്മം വന്നിട്ടേ പറ്റും, അങ്ങനെ പറഞ്ഞില്ല. ഭഗവാൻ എവിടെയുമേ പറയുന്നില്ല. ഭഗവാൻ എല്ലായിടത്തും എന്നെ ശരണം പ്രാപിക്കുന്ന, ഈവൻ മനുഷ്യർ വേണ്ട ഒരു മൃഗമായിരുന്നാൽ പോലും ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മോക്ഷം കിട്ടും. നമ്മുടെ ഗുരുവായൂരിൽ വന്ന് നമ്മൾ കേശവനെ നോക്കിക്കഴിഞ്ഞാൽ കേശവന് എന്ത് കിട്ടി? മോക്ഷം കിട്ടി. എന്തുകൊണ്ട്? ഫൈനലി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ അവിടെ തന്നെ പോയി, ശരീരം ഉപേക്ഷിച്ചു. അതുകൊണ്ട് കേശവൻ എവിടെ പോയി? ഭഗവാന്റെ ലോകത്ത്. ഗജേന്ദ്ര മോക്ഷം നോക്കുമ്പോൾ ഗജേന്ദ്രന് മോക്ഷം കിട്ടി. ഊഹുവിന്, ആ മുതളയ്ക്ക് മോക്ഷം കിട്ടി. മീനിന് മോക്ഷം കിട്ടി. മൃഗങ്ങൾക്ക് മോക്ഷം കിട്ടില്ല. സാധാരണ മോക്ഷം കിട്ടണമെങ്കിൽ മനുഷ്യജന്മം സ്വീകരിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടൂ. പക്ഷെ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം കാരണം ആർക്കും മോക്ഷം കിട്ടും? മൃഗങ്ങൾക്കും മോക്ഷം കിട്ടും. മൃഗം മാത്രമല്ല, മൃഗത്തിനേക്കാളും ബോധം കുറഞ്ഞ ഒരു മരത്തിനും മോക്ഷം കിട്ടും. ദാമോദര അഷ്ടകം പാടുമ്പോ അർജുന വൃക്ഷത്തിനും മോക്ഷം കിട്ടി. അതെന്താ പറയാ? കല്ലിനും മോക്ഷം കിട്ടും. രാമായണം വായിക്കുമ്പോ അഹല്യയ്ക്ക് മോക്ഷം കിട്ടി. അപ്പോ ഭഗവാന് ആർക്ക് വേണമെങ്കിലും മോക്ഷം കിട്ടാം. അത് ജീവനുള്ള വസ്തുവോ ജീവനില്ലാത്ത വസ്തുവോ എല്ലാരെയും ഗോലോകവൃന്ദാവനത്തിന് ഭഗവാൻ വിചാരിച്ചാൽ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ശരണം പ്രാപിക്കണം എന്ന് പറയും. അപ്പൊ ഇവിടെ അതിലും പറയുന്നുണ്ട്, ഓരോരുത്തരും സത്വരജോ തമോ ഗുണം അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ ഗുണങ്ങൾ. ആ ഗുണങ്ങളെല്ലാം മാറി സത്വഗുണത്തിൽ വരികയും വിശുദ്ധ സത്വഗുണത്തിൽ വരികയും ചെയ്താൽ മാത്രമേ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ച് ഭഗവത് നാമം ജപിച്ചാൽ മാത്രമേ ഭഗവാന്റെ ലോകത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് സ്ത്രീകളോ എന്ന് പറയുന്നുണ്ട്. അപ്പോ ചിലർ ചോദിക്കാം, സ്ത്രീകൾക്ക് എന്താണ് പ്രത്യേകത? പുരുഷന്മാര് എന്ന് പറയുന്നില്ല. അപ്പൊ ശാസ്ത്രത്തിൽ പലപ്പോഴും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇനി പലരും തെറ്റിദ്ധാരണയുണ്ട്, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ വളരെ മോശമായിട്ട് സംസാരിക്കും. അപ്പോ സ്ത്രീ സ്വാതന്ത്ര്യ നഹി അർഗതി എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു ശാസ്ത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, സ്ത്രീകൾക്ക് എന്താ കുറവ്? സ്ത്രീകൾക്ക് ഇന്റലിജന്റ് ഉണ്ട്, സത്യമാണ്, ഇന്റലിജന്റ് ഉണ്ട്. ഇപ്പോൾ ഉള്ള പുരുഷന്മാരെക്കാളും കൂടുതൽ ഇന്റലിജന്റ് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. എല്ലാ പോസ്റ്റിലും ഇന്ന് പ്ലെയിന് പറപ്പിക്കാനും റോക്കറ്റ് വിടാനും എന്താ പറയാ സ്പേസിൽ പോകാനും പിന്നെ എന്താണ് എല്ലാം കപ്പലോട്ടിക്കാനും എല്ലാത്തിനും ആരുണ്ട്? സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്ക് എന്താ കുറവ് ചോദിക്കാറ്. അപ്പോ പല ക്വാളിറ്റീസും അവർക്കുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് ഇന്റലിജന്റ് ആണ് കമ്പാരിറ്റീവ്ലി ആരുമായിട്ട്? പുരുഷന്മാര് എന്ന് ഇന്നത്തെ പുരുഷന്മാര്. കാരണം ഇന്നത്തെ പുരുഷന്മാർക്കും ക്വാളിറ്റി ഇല്ല എന്നുള്ളത് അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പുരുഷന്മാര് ശാസ്ത്രത്തിൽ പറയുന്ന അതേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്ക് ക്വാളിറ്റി കുറഞ്ഞിരിക്കും. പക്ഷെ പുരുഷന്മാരുടെ ക്വാളിറ്റി കുറഞ്ഞപ്പോ സ്ത്രീകളും എന്താണ് ഒന്നുപോലെ ഇരിക്കുകയാണ്. ഈ പുരുഷന്മാർക്കും ക്വാളിറ്റി ഇല്ല. ഇനി ഒരു സ്ത്രീ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ലേഡിയാണ്. ലേഡീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ക്വാളിറ്റി, കാരണം അവർക്ക് ഒരു ഫാമിലിയെ കെയർ ചെയ്യാൻ പറ്റും, ഒരു കുട്ടിയെ കെയർ ചെയ്യാൻ പറ്റും. ഒരു പുരുഷൻ വിചാരിച്ചാൽ ചിലപ്പോൾ അങ്ങനെ കെയർ ചെയ്യാൻ പറ്റില്ല. ആ ക്വാളിറ്റി ആർക്കുണ്ട്? അവർക്കുണ്ട്. അവർക്ക് കുടുംബം നടത്തി പോകാനുള്ള ക്വാളിറ്റി ഉണ്ട്. അവർക്ക് ടോളറൻസ് ഉണ്ട്, സഹിഷ്ണുത ഉണ്ട്. ഇപ്പൊ ഒരു പുരുഷന്റെ അടുത്ത് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ദേഷ്യപ്പെടും, ബഹളം വയ്ക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഒരു സ്ത്രീ ആ കുടുംബത്തിലെ മൊത്തം ആൾക്കാർ പറയുന്നതും കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് പലപ്പോഴും ആ ചൂടും തണുപ്പും ഈ ചൂടിലും അവർ പാചകം ചെയ്ത് അവരെന്ത് ചെയ്യും? ആ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ അവർക്ക് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി ശാസ്ത്രീയപരമായിട്ട് നമ്മൾ നോക്കിയാല് സ്ത്രീകളുടെ ലെഫ്റ്റ് ബ്രെയിനും വർക്കാകും, റൈറ്റ് ബ്രെയിന് പുരുഷന്മാർക്ക് വർക്കാകുമെങ്കിൽ ഇവർക്ക് ലെഫ്റ്റും വർക്കാകും. അതുകൊണ്ടാണ് പലപ്പോഴും
പല കാര്യങ്ങളും അവർ ചോദിച്ചാൽ അവർ ഫാസ്റ്റായിട്ട് പറയും. ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ മതി, കല്യാണം എന്ന് നടന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ആലോചിക്കും. കല്യാണം എന്നുള്ള മൂത്ത മോനെ എപ്പോഴാണ് ജനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കും, ഞാൻ നോക്കി ആലോചിച്ചു നോക്കി അല്ലെ. ബർത്ത്ഡേ എന്നാണ് അവന്റെ ബർത്ത്ഡേ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇതുകൊണ്ട് തന്നെ പലപ്പോഴും വീടുകളിൽ പ്രശ്നമുണ്ടാവും. എന്താണ്, ഇതുപോലും ഓർക്കാൻ പറ്റിയില്ലേ, ഇതുപോലും നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് സ്ത്രീകൾ ബഹളം വെക്കും. പക്ഷെ അവരുടെ ബ്രെയിൻ വർക്കാകുന്നത് വേറെയാണ്. അവർക്ക് ലെഫ്റ്റും റൈറ്റും വർക്കാവും. അത് ശാസ്ത്രീയപരമായിട്ട്. അപ്പൊ ഭഗവാൻ അവർക്ക് ഒരു ഇന്റലിജന്റ് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാനില്ല. ഒരു സ്പെഷ്യൽ ക്വാളിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓർക്കാനുള്ള ക്വാളിറ്റി അവർക്ക് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും എല്ലാ കാര്യവും. ഒരു വഴക്ക് വന്നാൽ പോലും അവർ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അടുക്കി പറയും. അന്ന ദിവസം ഇന്നത് ചെയ്തു, ഇന്ന ദിവസം ഇന്നത് ചെയ്തു, ഇന്ന ദിവസം ഇങ്ങനെ കൃത്യമായിട്ട് പറയും. പക്ഷെ ഒരു പുരുഷൻ വിചാരിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല, മറന്നുപോകും എന്താണെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് നാളും അത് പറഞ്ഞിട്ട് തിരിച്ച് പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആലോചിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ ബ്രെയിൻ വർക്കാവുക അത്ര ഫാസ്റ്റായിട്ട് ഇവിടെ പോയി. അപ്പൊ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയെ എന്തിനാ ശാസ്ത്രം ആ ഒരു സ്ത്രീകൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. സ്ത്രീകളെന്ന് മാറ്റി നിർത്തുന്നത് ശാസ്ത്രത്തിൽ വേറെ ഒന്നുമില്ല. സ്ത്രീകളെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്, ശാസ്ത്രമനുസരിച്ച് അവരെ കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കെയർ ചെയ്യുന്നതിനെ മാറ്റി നിർത്തുന്നതായിട്ട് തെറ്റിദ്ധരിക്കും ആൾക്കാർ. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ നമ്മൾ കെയർ കൊടുക്കും, അല്ലാതെ അതിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ റോഡിൽ നടക്കുമ്പോൾ ആ കുട്ടി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പിടിച്ചിട്ട് നടക്കും, റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് നടക്കില്ല. എന്തുകൊണ്ട്? അത് വണ്ടി അപ്പുറത്ത് പോകുന്നുണ്ട്, ഈ സൈഡിൽ തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അതിനെ സേഫ് ആക്കി അങ്ങനെ കൊണ്ടുപോകും. ആ കുട്ടി വിചാരിക്കുകയാണ്, എന്നെ എപ്പോഴും ലെഫ്റ്റ് സൈഡാണ് വിളിച്ചോണ്ട്, ഞാൻ ഇനി റൈറ്റ് സൈഡ്, എന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒരു മതിലിന്റെ മേലെ കയറുമ്പോൾ നമ്മൾ പറയും കയറരുത് എന്ന് പറഞ്ഞാൽ അതിനെ കയറാതെ അതിനെ കെയർ ചെയ്യും. ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതിനെ കെയർ ചെയ്യും. പക്ഷെ ആ കുട്ടി വിചാരിക്കുകയാണ് എല്ലാത്തിലും എന്നെ കെയർ ചെയ്യും എന്ന് വിചാരിച്ചാൽ അത് ആ കുട്ടിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ എനിക്ക് ഒരു സ്വാതന്ത്ര്യവും തരുന്നില്ല എന്ന് ആ കുട്ടി വിചാരിച്ചാൽ അത് തെറ്റാണ്. അതുപോലെ അപ്പൊ പ്രഭുപാദ് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി, ഒരു 14 വയസ്സ് പെൺകുട്ടി ലോകം ചുറ്റിയിട്ട് വരാൻ പറഞ്ഞാൽ അത് ലോകം ചുറ്റിയിട്ട് വരുമ്പോൾ എങ്ങനെ വരും? അതേ ഒരു 14 വയസ്സ് പയ്യൻ ലോകം ചുറ്റിയിട്ട് വരാൻ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആ പയ്യൻ പോയതുപോലെ തിരിച്ചു വരും, പക്ഷെ പെൺകുട്ടി പോയതുപോലെ തിരിച്ചു വരണം എന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ട്? കാരണം പ്രകൃതി അനുസരിച്ച് ആ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഗുണങ്ങളുണ്ടാകും. അവരുടെ ബോഡി സ്ട്രക്ചർ വേറെയാണ്, അവരുടെ ബ്രെയിൻ വർക്കാകുന്ന രീതി അതാണ്. അവർ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ആ തീരുമാനം എടുക്കുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ ഒന്നിനെ 2 പ്രാവശ്യം ചിന്തിക്കുക അങ്ങനെ ചിലപ്പോൾ ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇമോഷണലി കുറച്ച് കൂടുതലായിരിക്കും. ഇമോഷണലി ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ റോങ് ആയിട്ട് ഡിസിഷൻ എടുക്കും. അപ്പൊ നമ്മൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്യണം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുക്കണം. പക്ഷെ ആ ക്ഷമ ആർക്കുണ്ടാവില്ല? സ്ത്രീകൾക്കുണ്ടാവില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കും. അതുകൊണ്ട് അത് പലപ്പോഴും തെറ്റായി പെട്ടെന്ന് കരയും, ഇമോഷണലി പെട്ടെന്ന് കരയും. ഒരാണുങ്ങൾക്ക് അങ്ങനെ കരച്ചിലില്ല. അപ്പോ അത് പ്രകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണ്. പെണ്ണുങ്ങൾക്ക് ഗർഭിണിയാകാൻ പറ്റും, ആണുങ്ങൾക്ക് ആകാൻ പറ്റില്ല. അത് പ്രകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പെണ്ണുങ്ങൾക്ക് നാണമുണ്ട്, ആണുങ്ങൾക്ക് നാണം ഉണ്ടാവില്ല. അവരുടെ നാണം കാണാൻ രസമാണ്. അപ്പോ ആ നാണം ആണുങ്ങളിൽ ഉണ്ടായാൽ അത് കാണുമ്പോൾ വൃത്തികേടായിട്ടിരിക്കും. ഒരാണ് പെണ്ണിനെ പോലെ നാണിച്ചാൽ അത് കാണുമ്പോൾ വൃത്തികേടായിരിക്കും. പക്ഷെ ഒരു പെണ്ണ് നാണിക്കുന്നത് കാണുമ്പോൾ അത് കാണുമ്പോൾ രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് ആർക്കുണ്ട്? സ്ത്രീകൾക്കുണ്ട്. പക്ഷെ കലിയുഗത്തിൽ അവരെല്ലാം ഡിമാൻഡ് ചെയ്യാണ്, ഞങ്ങൾ വേറെയല്ല, സെയിം ആണ്. പക്ഷെ ഇതെല്ലാം മെറ്റീരിയലി ആണ് നമ്മൾ നോക്കുക. സ്ത്രീ പുരുഷന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഭൗതികമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ കൃഷ്ണൻ പറയുന്നത് പോലെ ഒരു സ്ത്രീ ആയാലും എന്നെ ശരണം പ്രാപിച്ചാൽ എന്നെ പ്രാപിക്കാം, എന്റെ ലോകത്തിലെത്താം എന്ന് പറയുമെങ്കിൽ ആ സ്ത്രീ ആധ്യാത്മിക തലത്തിൽ വരും. ആ സ്ത്രീ ശാരീരിക ബോധത്തിൽ നിന്ന് ആധ്യാത്മികം ആത്മാവിനെ കാണണം. അപ്പോ അവിടെ വെച്ച് നമുക്ക് സ്ത്രീയും പുരുഷനും ഒരു ഡിഫറൻസ് ഇല്ല. ഭഗവാൻ പറഞ്ഞിട്ടില്ല വൈകുണ്ഠത്തിൽ പോകണമെങ്കിൽ ഒരു സ്ത്രീകൾക്കും പോകാൻ പറ്റില്ല, ആ സ്ത്രീ ഇനി അടുത്ത ജന്മത്തിൽ പുരുഷനായിട്ട് വന്നാൽ മാത്രമേ പോകാൻ സാധിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറയുന്നുണ്ട് സ്ത്രീകൾക്കും എന്നെ ശരണം പ്രാപിച്ചാൽ പോകാം എന്നാണ്.
അപ്പോ ശാസ്ത്രം അനുസരിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ മഹാഭാരതം എടുത്താൽ തന്നെ സ്ത്രീകൾക്ക് നമ്മൾ എന്താ ശാസ്ത്രം അനുസരിച്ച് ആണുങ്ങളെക്കാളും എന്താ പറയുക ഇന്റലിജന്റ് കുറവാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇന്റലിജന്റ് കുറവാണെന്ന് പറഞ്ഞാലും യുധിഷ്ഠിര മഹാരാജ് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആരുടെ അടുത്തും ചോദിക്കും? ദ്രൗപദിയുടെ അടുത്തും ചോദിക്കും. ദ്രൗപദി പറയും യുധിഷ്ഠിര മഹാരാജിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ദ്രൗപദി പറയുന്നത് കറക്റ്റ് ആണ് എന്ന് ആര് പറയും? യുധിഷ്ഠിര. അശ്വത്ഥാമ എന്താണ് കൊല്ലണം എന്ന് പറഞ്ഞു. കാരണം ഉറങ്ങിക്കിടക്കുന്ന അർജുനന്റെ മക്കളെല്ലാം കൊന്നു, അശ്വത്ഥാമ കൊന്നു. അപ്പോൾ അതുകൊണ്ട് അർജുനന് ഭയങ്കര ദേഷ്യത്തിൽ ദ്രൗപദി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയും, ഞാൻ ഇന്ന് തന്നെ അശ്വത്ഥാമനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിന്റെ ഫ്രണ്ടില് അവന്റെ തലയറുത്ത് കൊന്നിട്ട് മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാകൂ എന്ന് പറയും. എന്നിട്ട് പോയി പിടിച്ച് കെട്ടി കൊണ്ടുവരികയും ചെയ്യും. ദ്രൗപദിയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ട് കൊല്ലാനായിട്ട് പോകും അർജുനൻ, അത്ര ദേഷ്യത്തിൽ. അപ്പൊ ദ്രൗപദി കരഞ്ഞുകൊണ്ട് പറയും, കൊല്ലരുത്. ഞാൻ എങ്ങനെ ഒരു അമ്മ കുട്ടിയെ നഷ്ടപ്പെട്ട് കരയുമോ അതുപോലെയായിരിക്കും കൃപി, എന്താണ് ദ്രോണാചാര്യരുടെ ഭാര്യ, അവരും കരയും. എൻ്റെ അതേ വേദന ആ അമ്മ അനുഭവിക്കും. ആ അമ്മയുടെ ആശ്രയം, കൃപാചാര്യർ മരിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൃപി മരിക്കണമായിരുന്നു. പക്ഷെ കൃപാചാര്യർ മരിച്ചിട്ടും ആ അമ്മ മരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഉള്ളത് കൊണ്ടാണ്, അശ്വത്ഥാമ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ അമ്മയുടെ ആശ്രയം ഈ കുട്ടിയാണ്, ഒരിക്കലും കൊല്ലരുത് എന്ന് അർജുനന്റെ അടുത്ത്. ഇത് കേട്ടത് യുധിഷ്ഠിര മഹാരാജ് പറയും, ദ്രൗപദി പറഞ്ഞത് കറക്റ്റാണ്, കൊല്ലാൻ പാടില്ല. പക്ഷെ അർജുനൻ ഓൾറെഡി പ്രോമിസ് ചെയ്ത് ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തു. ക്ഷത്രിയന് വാക്ക് കൊടുത്ത വാക്ക് അതുപോലെ ചെയ്യണം, വാക്ക് പാലിക്കണം, അല്ലെങ്കിൽ അത് മോശമാണ്. അപ്പോ കൃഷ്ണനെ നോക്കും. കൃഷ്ണൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രോബ്ലം വന്നാലും അവർ ഉടനെ ആരെ നോക്കും? കൃഷ്ണനെ നോക്കും. കൃഷ്ണനെ തിരിഞ്ഞു നോക്കും. അപ്പൊ കൃഷ്ണൻ പറയും, അർജുന നീ കൊല്ലരുത്. ദ്രൗപദി പറയുന്നത് കറക്റ്റാണ്, ശാസ്ത്രം അനുസരിച്ച് നിനക്ക് കൊല്ലാൻ പാടില്ല. പക്ഷെ ഇത്രയും വലിയ ദുഷ്ടത്തനം ചെയ്ത ഒരു വ്യക്തി അവൻ മൃഗതുല്യമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് അവനെ കൊല്ല തന്നെ വേണമെന്ന്. അപ്പൊ ഇപ്പൊ കൺഫ്യൂഷനായി. കൊല്ലണമെന്ന് കൃഷ്ണൻ പറയുന്നു, ദ്രൗപദിയുടെ വാക്കനുസരിച്ച് കൊല്ലരുതെന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കും. അപ്പൊ പറയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അർജുനൻ ഇങ്ങനെ ആലോചിക്കും, ശാസ്ത്രം വെച്ച് ആലോചിച്ചിട്ട് അശ്വത്ഥാമയുടെ ഒരു സൈഡ് മുട്ടയടിക്കും, ഈ സൈഡ് ലെഫ്റ്റ് മുട്ടയടിക്കും, റൈറ്റ് മീശം എടുത്ത് കളഞ്ഞിട്ട് ഈ കരിമ്പുള്ളിയൊക്കെ കുത്തിയിട്ട് കഴുതയുടെ പുറത്ത് കയറ്റി ഗ്രാമത്തിന്റെ പുറത്ത്. ഇതുപോലെ ഒരു ഇൻസൾട്ട് ഒരു ബ്രാഹ്മണനുണ്ടാവില്ല. അപ്പോ ഇങ്ങനെ ചെയ്യുന്നത് കൊല്ലുന്നതിന്റെ തുല്യമാണ്. അപ്പൊ ഇവിടെ ആരുടെ വാക്കിനാ പ്രാധാന്യം കൊടുത്തത്? ദ്രൗപദിയുടെ വാക്കിന് പ്രാധാന്യം. അതേപോലെ കുന്തിദേവി ഒരുപാട് പ്രയാസം വന്നപ്പോ എല്ലാം ഭഗവാനെ ശരണം പ്രാപിക്കും. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രയർ എന്ന് പറഞ്ഞാൽ കുന്തി പ്രയറാണ്. അതുപോലെ കുന്തിദേവി ഒരു സ്ത്രീയാണ്, പക്ഷെ അവരുടെ പ്രാർത്ഥനയ്ക്കാണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കുന്തിദേവി പ്രാർത്ഥിച്ചതുപോലെ ആരും പ്രാർത്ഥിച്ചില്ല. പ്രഹ്ലാദ മഹാരാജും പ്രാർത്ഥിച്ചില്ല, ധ്രുവ മഹാരാജും പ്രാർത്ഥിച്ചില്ല. എപ്പോഴും കൃഷ്ണ എനിക്ക് പ്രശ്നം തരണേ, നീ പ്രശ്നം തന്നാൽ മാത്രമേ എനിക്ക് നിന്നെ തിരിച്ചും ആലോചിക്കാൻ പറ്റൂ, നിന്നെ ശരണം പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് കൃഷ്ണ എനിക്ക് പ്രശ്നം തന്നുകൊണ്ടേയിരിക്കും എന്ന് ആരുമേ പ്രാർത്ഥിച്ചില്ല. കുന്തിദേവി പ്രാർത്ഥിച്ചു. അപ്പൊ കുന്തിദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് പറയാണ്. അതേപോലെ നമ്മുടെ ദൈവങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാലും അവരും ഇതുപോലെയാണ്. ഒരു സ്ത്രീയെയും എന്താ പറയാ ഇൻസൾട്ട് ചെയ്യുന്നില്ല. അവരെല്ലാം സ്ത്രീയെ മടിയിലാണ് വെച്ചിരിക്കുന്നത്. ശിവൻ പാർവതിയെ മടിയിൽ വെച്ചിട്ട് ശ്രീമദ് ഭാഗവതം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഋഷിമാരും മുനിമാരും ഇരിക്കും. ആ ഋഷിമാരും മുനിമാരും ഇരിക്കുന്ന അതേ സദസ്സില് ശിവൻ ആരെ മടിയിലിരുത്തിരിക്കുകയാണ്? പാർവതി ദേവി അങ്ങനെ സൈഡിൽ ഒരു കൈ തോളിലും ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാൻ പിടിച്ചിട്ടിരുന്ന് ഭഗവാന്റെ കഥ എല്ലാം മറന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചിത്രകേതു ആകാശത്തിൽ കൂടെ പോകുമ്പോൾ ചിത്രകേതു ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. എന്തിനാ ചിരിച്ചു എന്ന് ചോദിച്ചാൽ, ചിത്രകേതു വലിയ ഭക്തനാണ്, എന്നാൽ ഈ ചിത്രകേതു ഇങ്ങനെ നോക്കി ചിരിക്കും. എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത്രയും മുനിമാരും ഋഷിമാരും എല്ലാം തിരിച്ചിട്ട് വന്നിരിക്കുന്നു, സ്ത്രീയെ മനസ്സിൽ പോലും വിചാരിക്കാതെ വന്നിരിക്കുന്നു. അവരുടെ ഫ്രണ്ടില് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പിടിച്ച് മടിയിലിരുത്തിയിട്ടിരിക്കുന്നു. ഇതെന്താ മഹാദേവ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് ചിരിച്ചിട്ട് പോകും. അപരാധം ചെയ്തതൊന്നുമല്ല, പക്ഷെ അത് വേറെ കഥയാണ്.
എന്നാലും അവിടെയും സ്ത്രീക്ക് എത്ര പ്രാധാന്യം കൊടുത്തു? ഭഗവാൻ വരാഹമൂർത്തി ലക്ഷ്മി ദേവി എവിടെയായിരുത്തിയിരിക്കുന്നത്? മടിക്കൽ. എന്നാൽ അതേ ശിവൻ സതി ആയിട്ട് വന്നപ്പോ സതിദേവിയുടെ അടുത്ത് പറയും, നീ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, നീ നിന്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, നിന്റെ അച്ഛൻ ചെയ്യുന്ന ദക്ഷയാഗത്തിൽ നിനക്ക് പോകണമെന്ന് നീ ആഗ്രഹം പറയുന്നുണ്ട്, പക്ഷെ അത് നിനക്ക് പോകാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്നത് ഭാര്യയ്ക്ക് വലിയൊരു ഇൻസൾട്ടാണ്. ആ സ്ഥലത്ത് ആര് പോകാൻ പാടില്ല? ഭാര്യ പോകാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. ഇനി വിളിക്കാത്ത ഒരു സ്ഥലത്തിലും നമ്മൾ പോകാൻ പാടില്ല. ശാസ്ത്രം അനുസരിച്ച് നമുക്കൊരു ക്ഷണം കിട്ടിയില്ലെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ക്ഷണം കിട്ടാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല. പക്ഷെ അവിടെ പോയാൽ നമ്മൾ നാണം കെടും, അതുകൊണ്ട് പോകരുത് എന്നെല്ലാം ആർക്ക് പറഞ്ഞു കൊടുക്കും? പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കും. സതിദേവി കേൾക്കില്ല. എന്റെ അച്ഛനാണ്, എന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്നെല്ലാം പറഞ്ഞ് പാചകം അടിച്ചിട്ട് നേരാണ് അങ്ങ് പോയി നാണം കെടും. അച്ഛൻ തന്നെ ഇൻസൾട്ട് ചെയ്ത് നാണം കെടുത്തി, എന്റെ ഭർത്താവിനെ നീ ഇൻസൾട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യും? സതി സൂയിസൈഡ് ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ശാസ്ത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു കറക്റ്റായിട്ട് ഇന്റലിജന്റ് ആയിട്ട് ശാസ്ത്രം അനുസരിച്ച് തീരുമാനമെടുത്തില്ല, ശാസ്ത്രം അനുസരിച്ച് പറയുന്ന ഒരു വ്യക്തി അനുസരിച്ചില്ല, ഇതുകൊണ്ടാണ് സതിദേവിക്ക് പ്രശ്നം ഉണ്ടായത്. അപ്പോ പലപ്പോഴും ശാസ്ത്രത്തിൽ നോക്കിയാൽ മാധുരി ഉണ്ടായിരുന്നു, കുന്തിദേവി ഉണ്ടായിരുന്നു, പാണ്ഡുയുടെ 2 ഭാര്യമാർ. അപ്പോൾ മാധുരി കാരണം പാണ്ഡു മരിച്ചു. എന്നാൽ മാധുരി പറയും, കുന്തിദേവി പറയും, ഞാനാണല്ലോ മൂത്തത്, ഞാൻ തന്നെ സതി, ആ കൂട്ടത്തിലെ പാണ്ഡുയുടെ ശവം കത്തുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാനും ചാടി മരിക്കാമെന്ന് പറയും. അപ്പൊ മാധുരി പറയും, അല്ല, ചേച്ചി ഇന്റലിജന്റ് ആണ്, ബുദ്ധിയുള്ളവളാണ്, കുട്ടികളെ നന്നായിട്ട് നോക്കാൻ അറിയാം, എല്ലാം കൊണ്ട് ചേച്ചി തന്നെ ഇവിടെ ജീവിച്ചിരിക്കണം, ഞാൻ കാരണമാണ് പാണ്ഡു മരിച്ചു, അത് മാത്രമല്ല ഞാൻ ജീവിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകാം എന്ന് പറഞ്ഞ് മാധുരി മരിക്കും. അവിടെ കുന്തിദേവിക്ക് വേണമെങ്കിൽ മാധുരിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുന്തിദേവിക്ക് ചാകാമായിരുന്നു. പക്ഷെ കുന്തിദേവി എന്താണ്? മാധുരിയുടെ വാക്കിനെ സീരിയസ് ആയിട്ട്. അങ്ങനെ ആ കുട്ടികളെ അത്ര കെയർഫുൾ ആയിട്ട് അവർ വളർത്തിയെടുക്കുക. അവിടെ ആ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് സ്ത്രീകളെ ഒരിടത്തും ആരും എന്ത് വെക്കുന്നില്ല, മാറ്റി വെക്കുന്നില്ല, പക്ഷെ കെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രകൃതി അനുസരിച്ച് അങ്ങനെയാണ് സ്ത്രീകൾ എപ്പോഴും ആരെങ്കിലും ആശ്രയിച്ചായിരിക്കും. ഒന്നുകിൽ അച്ഛനെ, കുട്ടിയായിട്ടിരിക്കുമ്പോൾ ആരെ ആശ്രയിക്കും? അച്ഛനെ ആശ്രയിക്കും, അല്ലെങ്കിൽ ഗുരുവിനെ ആശ്രയിക്കും, അതല്ലെങ്കിൽ ഭർത്താവിനെ ആശ്രയിക്കും, അതല്ലെങ്കിൽ ആരെ ആശ്രയിക്കും? മക്കളെ ആശ്രയിക്കും. ഇതാണ് ശാസ്ത്രം. അപ്പൊ നമ്മൾ വിചാരിക്കും കലിയുഗത്തിലെ ആൾക്കാർക്ക് ഇതിന്റെ എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ജോലിക്ക് പോവും, ആശുണ്ടാവും, എല്ലാം ചെയ്യും. അപ്പോഴും അവർ ആശ്രയിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ തന്നെ നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റുപാടില് അവരെങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഓഫീസിലിരിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ അടുത്ത്, കൂടെ ജോലി ചെയ്യുന്ന ആളുടെ അടുത്ത്, ആരെങ്കിലും ഒരു പരിചയക്കാരൻ്റെ അടുത്ത് ഒരു സഹായം ചോദിക്കും. ഈവൻ ഒരു വണ്ടി എടുത്ത് മാറ്റി വെക്കണമെങ്കിലും, പുറമെ എടുത്ത് വെക്കണമെങ്കിലും അവർ സഹായം ചോദിക്കും. അപ്പൊ അവരെവിടെയോ ആശ്രയിക്കാം. പക്ഷെ ശാസ്ത്രം അനുസരിച്ച് ഈ 4 പേരുടെ അടുത്താണ് ആശ്രയം തേടുമെങ്കിൽ അവർ സേഫാണ്, അവർക്ക് ഒരു തരത്തിൽ അപകടം. പക്ഷെ ഇതെല്ലാം സംസാരിച്ചാലും ഒരു ട്രെയിനിൽ പോകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു സ്പെഷ്യൽ കോച്ച് ചോദിക്കും, ലേഡീസ് കോച്ച് ഡിമാൻഡ് ചെയ്യും. എന്തിനാ അത്? എല്ലാ കോച്ചും ഒന്നുപോലെ പോകാമായിരുന്നു, പക്ഷെ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യും. ഈ കോച്ച് എവിടെയാ വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിലല്ല വെച്ചിരിക്കുന്നത്, എഞ്ചിന്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഗാർഡുകാരുണ്ടാവും, റെയിൽവേ പോലീസ് ഉണ്ടാവും, എഞ്ചിൻ ഡ്രൈവർ ഉണ്ടാവും, എല്ലാവരുടെയും അടുത്ത് ആണ് അവർ കോച്ച് വരും. ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ നോക്കുമ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതാണ് പ്രഭുപാദ് പറയുന്നത്. പ്രഭുപാദിന്റെ ഒരു ശിഷ്യൻ ഒരു ക്ലാസ്സിൽ പറയും, എന്താണെന്ന് വെച്ചാൽ ഒരു 15 വയസ്സാകുമ്പോൾ ഒരു ആൺകുട്ടി ഇൻഡിപെൻഡന്റ് ആകും. അതായത് ഇത്രയും നാൾ അമ്മയുടെ കൂടെ ചുറ്റി തിരിയുന്ന ആ കുട്ടി 15 വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അവൻ പതുക്കെ അമ്മയുടെ നിന്ന് കുറച്ച് നീങ്ങി നിന്നിട്ട് അവനെല്ലാം തനിയെ ചെയ്യും, തനിയെ പോകും, തനിയെ വരും, തനിയെ ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒരു 15 വയസ്സ് കുട്ടിയാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ഡിപ്പെൻഡന്റ് ആണ്, ആരെങ്കിലും ആശ്രയിച്ച് തുടങ്ങും. പതുക്കെ അത് അച്ഛൻ്റെ കൂടെ പോയി തുടങ്ങും, ചേട്ടൻ്റെ കൂടെ പോയി തുടങ്ങും. അപ്പോൾ അതൊരു ഫ്രണ്ടിന്റെ കൂടെ പോയി തുടങ്ങും. എന്താ വെച്ചാൽ അത് ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കും. അതാണ് അതിൽ പ്രകൃതി നേച്ചർ. പ്രകൃതിയിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചത്.
ഈ പ്രകൃതി നിയമം നമുക്ക് മാറ്റാൻ പറ്റും. ചിലപ്പോ ചില ലേഡീസ് വന്നിട്ട് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ അവർ പറയും. പറഞ്ഞിട്ട് അവരെന്ത് പറയും വെച്ചാല് ആ സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കും. പക്ഷെ അവരുടെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. അവർ ആ 15 വയസ്സായ കുട്ടിയെ പുറത്തു വിടുമ്പോൾ ഇവര് മനസ്സിൽ ചിന്തിച്ച ആ സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് കൊടുക്കില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ചോദ്യം. അവരുടെ മൈൻഡ് എങ്ങനെ വർക്കാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ആ സ്വാതന്ത്ര്യം കൊടുക്കില്ല. അവർ പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് നടന്നിരിക്കും, സ്വാതന്ത്ര്യത്തോടെ നടന്നിരിക്കും. പക്ഷെ ആ കുട്ടിക്ക്, അവരുടെ മക്കൾക്ക് അതേ സെയിം സ്വാതന്ത്ര്യം കൊടുക്കില്ല. അവർ പേടിക്കും. 5 മണിക്ക് കൃത്യസമയത്തിന് വന്നില്ലെങ്കിൽ അവർ പേടിക്കും. പക്ഷെ ഒരു പയ്യൻ 1 മണിക്കൂർ 2 മണിക്കൂർ തെറ്റിയാൽ പേടിക്കില്ല. അപ്പോ പൊതുവെ മെറ്റീരിയലി നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം വേറെയാണ്. ഒരു ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. ഒരു വൈശ്യൻ എന്ന് പറയുമ്പോൾ അയാൾ ബിസിനസ് ക്ലാസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരാൾ കറുത്തിരിക്കും, ഒരാൾ സൗന്ദര്യമുള്ളവനായിരിക്കും, ഒരാൾ സൗന്ദര്യമില്ലാത്തയാളായിരിക്കും. ഇതെല്ലാം നമുക്ക് ഏതിൽ നോക്കാം? ഭൗതികമായ കാഴ്ചയിൽ ഇതൊക്കെ നോക്കാം. പക്ഷെ ആധ്യാത്മിക കാഴ്ചപ്പാട് വരുമ്പോൾ നമുക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉണ്ടാകും. എന്താണ്? ഇവരെല്ലാം ഭഗവാന്റെ സേവനമാണ്, ഭക്തനാണ് എന്നുള്ള കാഴ്ചപ്പാട് മാത്രം. അവരിൽ വേറെ വ്യത്യാസങ്ങൾ വരാനുണ്ട്. ശരിക്കും പ്രഭുപാദി ലെക്ചറൊക്കെ എടുത്തിരുന്നാലും പ്രഭുപാദിന്റെ ശിഷ്യന്മാര് പലപ്പോഴും പറയും, മാതാജിമാര് അവിടെ അകത്ത് പ്രവേശനമില്ല, മാതാജിമാര് അത് ചെയ്യരുത്, മാതാജിമാര് ഇത് ചെയ്യരുത്, മാതാജിമാര് അങ്ങോട്ടിരിക്കരുത്, ഇവിടെ തന്നെ ഇരിക്കണം എന്നെല്ലാം ഇങ്ങനെ മാതാജി പറയും. അപ്പോ ഇവർക്ക്, ഈ മാതാജിമാർക്ക് ഭയങ്കര ഫീലിംഗ്. മാതാജിമാര് കീർത്തനം ചെയ്യേണ്ട, ഞങ്ങൾ കീർത്തനം ചെയ്യും. മാതാജിമാര് പൂജ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്നെല്ലാം അവർ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആയി. അവർക്ക് ചോദിച്ചു, പ്രഭുപാദ് എന്താണ് ഈ മാതാജിമാരെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്? പ്രഭുപാദ് ചില കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത കാര്യം പാടില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ ഒരു കംപ്ലൈന്റ് വരും. അപ്പൊ പ്രഭുപാദ് ഒരു ദിവസം, എത്ര കാലം നിങ്ങൾ മാതാജിമാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു? നിങ്ങൾക്ക് കൃഷ്ണ കോൺഷ്യസേ വന്നില്ലേ? കൃഷ്ണ കോൺഷ്യസ്നെസ് വന്ന ഒരു വ്യക്തി അങ്ങനെ നോക്കില്ല. അവരെല്ലാം ഭഗവാന്റെ സേവകനാണ് എന്ന് നോക്കും. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കണം? പണ്ഡിത സമദർശന എന്ന് പറയും. പണ്ഡിതൻ എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞാൽ സമദർശനത്തിൽ നോക്കണം. ഇതൊരു ആരുടെ കാഴ്ചപ്പാടാണ്? ഭക്തന്റെ കാഴ്ചപ്പാട്. കാരണം ഭഗവാനെ ഇവരെയെല്ലാം തിരിച്ച് ഭഗവാന്റെ ലോകത്ത് കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ ഒരു ഭക്തന് എന്ത് അധികാരം മാറ്റി നിർത്താനായിട്ട്? ഒരു അധികാരത്തിനും. അപ്പൊ ആ ഭക്തനും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ കോൺഷ്യസിൽ തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോകണം എന്നാണ്. നമ്മൾ ശങ്കരാചാര്യരുടെ നോക്കുമ്പോൾ ശങ്കരാചാര്യർ എന്താ ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ നടന്നു വരും. സർവയജ്ഞ പീഠത്തിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചണ്ടാളൻ പട്ടിയും പിടിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ മാറി നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടത് കൈകൊണ്ട്. അപ്പോ അദ്ദേഹം ഉടനെ ചോദിക്കും, ഞാനാണോ മാറേണ്ടത്? ഞാൻ എന്ന് പറയുന്ന ഈ ശരീരമാണോ മാറേണ്ടത്? അകത്തിരിക്കുന്ന ആത്മാവാണോ മാറേണ്ടത്? ശങ്കരാചാര്യ ടക്കൻ സ്ട്രൈക്ക് ആവും. എന്തുകൊണ്ടെന്ന് വെച്ചാല് ശങ്കരാചാര്യർ മാറി നില്ലെന്ന് ആരെയാ പറഞ്ഞത്? ശങ്കരാചാര്യർ പറഞ്ഞത്. അപ്പൊ ശങ്കരാചാര്യ മനസ്സിലാക്കും, ആത്മാവിന് നാശമില്ല, ആത്മാവിന് അശുദ്ധിയില്ല, അല്ലെ? അപ്പൊ പക്ഷെ ഇത് ഏതിനാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്? പുറമേ ഇരിക്കുന്ന ബോഡിക്കാണ്. അപ്പൊ ഈ ബോഡി മാറണോ സോള് മാറണോ എന്ന് ചോദിക്കുമ്പോൾ ആത്മാവ് ചോദിക്കും, നീ ആരാണ്? നീ ഓർഡിനറി വ്യക്തിയല്ല, നീ ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ പറയും, ശിവൻ ദർശനം കൊടുക്കും, അല്ലെ? ശിവനാണ് ചണ്ടാളന്റെ രൂപത്തിൽ അവിടെ വന്നത്. അതുകൊണ്ട് അവിടെയും ശാസ്ത്രം എല്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു വൈഷ്ണവനെ അങ്ങനെ തന്നെ കാണണം, റെസ്പെക്ട് കൊടുക്കണം, ഭഗവത് സേവനത്തിൽ അവരെ ഏർപ്പെടുത്തണം, നമ്മൾ സേവനം ചെയ്യണം അവരോടൊപ്പം. അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഒരാൾ പരിശുദ്ധമായിട്ട് ഭക്തിയുത സേവനം ചെയ്താൽ, ഹരിനാമം ജപിക്കുകയും ഭഗവത് സേവനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക് അവരുടെ ബോധ നിലവാരം മാറും. എന്നിട്ട് ഫൈനലി അവർ ഫുള്ളി കൃഷ്ണ കോൺഷ്യസ് ആകും. കൃഷ്ണ കോൺഷ്യസ് ആകുമ്പോൾ, കൃഷ്ണാവബോധത്തിലാകുമ്പോൾ എന്ത് കാര്യം ചെയ്താലും അവരുടെ ബോധം ഏതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും? കൃഷ്ണനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവർക്ക് ഈസി ആയിട്ട് എവിടെ പോകാൻ സാധിക്കും? ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കും എന്നാണ്. അപ്പോ ഈ കാര്യമാണ് ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നാണോ അങ്ങനെ പറഞ്ഞു വരുന്നത്? ഞാനോ ഹരേ കൃഷ്ണ. എന്താ ഹരേ കൃഷ്ണ. മനസ്സിലായി? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, സ്ത്രീ പുരുഷ ഭേദം ഭൗതികമായിട്ട് നോക്കിയാൽ അതിനൊരു ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, സ്വാതന്ത്ര്യം എല്ലായിടത്തും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഫോർ എക്സാമ്പിൾ, കുട്ടിക്ക് സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. കുട്ടീനെ നമ്മള് അങ്ങനെ കെയർ ചെയ്യാണ്. അപ്പൊ ഈ അക്രമികളുടെ ലോകം ആയതുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ പേടിക്കണത്. ഒരു അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു നെരുക്കി വെക്കുക എന്നല്ല, അവരെ സേഫ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, സ്വാതന്ത്ര്യം കൊടുക്കുക അതായത് വീട്ടിലിട്ട് അടച്ചു പൂട്ടി വെക്കുക, അവരെ പിന്നെ വേറെ എവിടെയും കൊണ്ടുപോകില്ല, അങ്ങനെയല്ല. അവരെ ഇപ്പൊ രാമചന്ദ്രമൂർത്തി കാട്ടിൽ പോയി, കാട്ടിൽ ആരെ കൊണ്ടുപോയി? സീതാദേവിയെ കൊണ്ടുപോയി. നീ കാട്ടിലാണ്, നീ വരാൻ പാടില്ല, നിനക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, നീ സ്ത്രീയാണ്, സ്ത്രീകൾക്ക് ഒരിക്കലും കാട്ടിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞോ? ഇല്ല. കൊണ്ടുപോയിട്ട് എങ്ങനെയാ കാട്ടിൽ നടന്നു പോയത് രാമചന്ദ്രമൂർത്തി? എങ്ങനെയാ പോയി? പ്രഭുജി, ശ്രീരാംജി പറഞ്ഞിരുന്നു ഘോര മൃഗങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ. അപ്പൊ ആ ദേവിയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോടൊപ്പമല്ലേ വരുന്നത്, നിങ്ങൾ രണ്ടുപേരും ഉണ്ട്, എന്നെയൊന്നും എനിക്ക് മുള്ളൊക്കെ എനിക്ക് പുഷ്പങ്ങളായിട്ട് തോന്നും എന്നൊക്കെ ദേവിയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ലേ? പക്ഷെ എന്നിട്ട് കൊണ്ടുപോയില്ലേ? ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലേ? കൊണ്ടുപോയി. നീ വരാൻ പാടില്ല എന്ന് വിട്ടിട്ട് പോയില്ല. അവരുടെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് അവരെ കൊണ്ടുപോയിട്ട് കാട്ടിൽ നടക്കുമ്പോ എങ്ങനെയാ നടന്നു? ലക്ഷ്മണൻ മുന്നേ, സീത നടുവിൽ, ശ്രീരാമൻ പുറകിൽ. അപ്പൊ എങ്ങനെയാ കൊണ്ടുപോയത്? സേഫ് ആയിട്ടാണ് കൊണ്ടുപോയത്. ഫ്രണ്ടിൽ ഒരു പുരുഷൻ, അവർ പ്രൊട്ടക്ഷൻ, ഫ്രണ്ടിൽ ഏതെങ്കിലും അസുരന്മാരോ ആരെങ്കിലും മൃഗങ്ങളോ വരെയാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ബാക്കിൽ ആരുണ്ടായിരുന്നു? രാമചന്ദ്രമൂർത്തി ഉണ്ടായിരുന്നു. സേഫ് ആയിട്ട് കൊണ്ടുപോയി. ആ സേഫ്നെസ് ഇല്ലാതെ കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? അതായത് അവിടെയും നമുക്ക് മനസ്സിലാക്കാം, രാവണന്റെ കൊട്ടാരത്തില് സീതാദേവി അശോകവന ഇവിടെ പഞ്ചവടിയിൽ ഉണ്ടായിരുന്നപ്പോ ലക്ഷ്മണന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി, നോക്കിക്കോളൂ നീ സേഫ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് രാമചന്ദ്രമൂർത്തി പോയത്. അവിടെയും സേഫ് ആയിട്ടിരുന്നു, സീതയ്ക്ക് ഒരു അപകടവും ഇല്ലായിരുന്നു. പക്ഷെ ലക്ഷ്മണനെ ഓട്ടിച്ചു. ഇന്റലിജന്റ്, കറക്റ്റായിട്ട് ബ്രെയിൻ വർക്കായില്ല. പെട്ടെന്ന് ഇമോഷണലി ഫീലിംഗ് വന്നു, ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. ആ ലക്ഷ്മണൻ എന്താ പറയാ, മകന്റെ തുല്യമായ ഒരു പ്രാവശ്യം പോലും സീതാദേവിയുടെ പാദമല്ലാതെ നോക്കിയ വ്യക്തിയെ പോലും ഇമോഷണലി ആ ഒരു കൺട്രോൾ വിട്ടിട്ട് സീതാദേവി വളരെ മോശമായിട്ട് സംസാരിച്ചു. അത് കേട്ടിട്ട് ലക്ഷ്മണന് അവിടെ നിന്ന് പോവേണ്ടി വന്നു. ലക്ഷ്മണൻ പോയതും സീതാദേവിക്ക് അപകടം വന്നായില്ലയോ? ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അപ്പൊ ലക്ഷ്മണൻ അത്, പ്രഭുജി ഹരേ കൃഷ്ണ, ലക്ഷ്മണൻ അത് ചിന്തിക്കായിരുന്നല്ലോ, അതൊരു സ്ത്രീ പറഞ്ഞത് അല്ലേ, അപ്പൊ അത്രേ ഉള്ളൂ, എന്നിട്ട് അത് കേട്ടിട്ട് പോവാതിരിക്കാമായിരുന്നു. അങ്ങനെ നമുക്ക് വിചാരിക്കാം. ചില കാര്യം അവിടെയും നമുക്ക് മനസ്സിലാക്കണം, ചില കാര്യങ്ങള് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഫുള്ളി ഭഗവാനാണ്, നമ്മളല്ല എപ്പോഴും. അപ്പോൾ ഈ ഫുള്ളി കുറച്ച് ഇന്റലിജന്റ് നമ്മുടേതും ത്രിഗുണവും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ മോഡ് ഓഫ് നേച്ചർ അനുസരിച്ച് ഒരാൾ നിങ്ങളെ ഒരുപാട് ചീത്ത പറയാണ്, ഒരുപാട് ഹറാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടൊരു ഡിസിഷൻ തന്നെ എടുക്കും ചിലപ്പോൾ. അപ്പൊ ഇവിടെ സീതാദേവി ഒരുപാട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ, പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു, ഇനി നിവർത്തിയില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് തന്നെയാണ് ലക്ഷ്മണൻ അവിടെ നിന്ന് പോയത്, വെറുതെ പോയില്ല. സീതാമാത ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ പോകുന്നുണ്ട്, ഒരു കാരണം വെച്ചാലും ഈ ലൈനിനെ ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും ആര് വെയിറ്റ് ചെയ്യണമായിരുന്നു? വരുമ്പോഴത്തേക്ക് ലക്ഷ്മണൻ പറഞ്ഞ വാക്കിന് വില കൊടുക്കണം. അവിടെയും ഇന്റലിജന്റ് കിട്ടും. അപ്പോ ഇതെല്ലാം അപകടത്തിന് സാധ്യതയുണ്ട്. മനസ്സിലായി? അതുപോലെ തന്നെയാണ് കലിയുഗത്തിലായിരുന്നാൽ ഒരുപാട് അസുരന്മാരാണ് എല്ലാ സ്ഥലത്തും. ഞാൻ രാത്രി 1 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരും തടയാനില്ല, പോകാം, ആർക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ അസുരന്മാരും മൃഗങ്ങളെ പോലെ, മൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലത്ത് അപകടം കൂടുതലാണ്. അതുപോലെ അസുരന്മാർ ഒരുപാടുള്ള സ്ഥലത്ത് പോകുമ്പോൾ അപകടം കൂടുതലാണ്. അവിടെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? നമ്മളെ അപകടമാണ്. അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ടിരിക്കുന്നത് നമുക്ക് നല്ലത്. ഇല്ല, ഞാൻ കേൾക്കില്ല, തനിയെ അങ്ങനെ തന്നെ പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപകടം നേരിടേണ്ടി വരും. അത് ഏത് പോലീസുകാരൻ വന്നാൽ എപ്പം വന്ന് രക്ഷിക്കും? എല്ലാം കഴിഞ്ഞിട്ടല്ലേ അവർ വരുന്നത്.
അപ്പൊ ആരാ കെയർ ചെയ്യേണ്ടത്? കെയർ ചെയ്യേണ്ടത് നമ്മൾ കെയറിങ് എടുക്കണമെങ്കിൽ അത് എടുത്തോളണം. നമുക്ക് കെയറിങ് വേണമെങ്കിൽ ആ കെയറിങ്ങിൽ പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യും. ആ ഭഗവാനെയും വിശ്വസിക്കാതെ പോയാൽ ആര് പ്രൊട്ടക്ട് ചെയ്യും? ദ്രൗപദിക്ക് പ്രോബ്ലംസ് വന്നു, ഒരു ഹസ്ബൻഡിന് സഹായിക്കാൻ പറ്റില്ല. 5 പേര് യോദ്ധാക്കന്മാര് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം കേശവ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ദ്രൗപദിക്ക് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫെയ്ത്ത് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏത് കാട്ടിൽ പോയാലും പ്രശ്നമില്ല. കാരണം ഭഗവാനെ വിശ്വസിച്ചിട്ട് പോവുകയാണ്, ഭഗവാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ, താങ്ക് യു. അപ്പൊ നമുക്ക് നിർത്താം. വാഞ്ചകൽപതരുഭ്യസ്യ കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്റെ കീറ്റ ശ്രീ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.